ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയർ മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, ഇനി അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇടുക. ഇനി ആ സവാള ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ട് വേവിക്കണം. പിന്നെ അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവിന് വേണ്ടി നമുക്കിത് ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് പയർ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. ഇങ്ങോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്നുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക.